Dear students, Android programming എന്നതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു സബ്ജക്റ്റ് കുറിച്ച് നമുക്കൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമുക്കിന്ന് നോക്കാം. എങ്ങനെയാണ് ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് പഠിക്കേണ്ടത്, ഏതൊക്കെ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് സിലബസിൽ പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, എങ്ങനെ പഠിക്കണം ഈ ഒരു സബ്ജക്റ്റ്, അതുപോലെ ഏതെല്ലാം പോർഷൻസിനാണ് നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ നന്നായി പഠിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിലബസ് ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ആൻഡ്രോയിഡ് സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഏതെല്ലാം പോർഷൻസ് ആണ് വരുന്നത് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. എല്ലാ ലാംഗ്വേജ് പോലെ തന്നെയുള്ള ഒരു ലാംഗ്വേജ് അല്ല ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും C++, ജാവ, SQL, ഡാറ്റാബേസ് കൺസെപ്റ്റുകൾ, എല്ലാ ലാംഗ്വേജ്. അതിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജ് ആണ് ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ് എന്നുള്ളത് കൺസെപ്റ്റ് വരുന്നത്. ജാവ പ്രോഗ്രാമിംഗ്, വെബ് പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈ ആൻഡ്രോയിഡ് പ്രോഗ്രാം. അപ്പൊ അതിന്റെ സിലബസ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം, ഏതൊക്കെ പോർഷൻസ് ആണ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ആൻഡ്രോയിഡിന്റെ പേപ്പർ സിലബസ്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് നോക്കിയേ, ഇൻട്രൊഡക്ഷൻ. ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസിങ് ആൻഡ്രോയിഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോംസ് ഒരു പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോംസ് എന്ന കൺസെപ്റ്റ് വരുന്നത് നോക്കാം. പിന്നെ വരുന്നത് ഹിസ്റ്ററിയാണ്. പിന്നെ ആൻഡ്രോയിഡിന്റെ ബേസിക് ഹിസ്റ്ററി, ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡിന്റെ ഡിവൈസ് സ്റ്റാർട്ടിങ്ങിലുള്ള ഹിസ്റ്ററി, അതുപോലെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്റ്റാക്ക്, എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് ഏതൊക്കെ രൂപത്തിലുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ദെൻ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പാക്കേജസ് ഏതൊക്കെയാണ്, ഏതൊക്കെ വഴിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക. ദെൻ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, ഏതൊക്കെ സോഫ്റ്റ്വെയർ ടൂൾസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ദെൻ ഫണ്ടമെന്റൽ കമ്പോണൻസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വിർച്വൽ ഡിവൈസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, നമ്മൾ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത വർക്ക് ചെയ്യിപ്പിക്കൽ എങ്ങനെയാണ്, റിയൽ ഡിവൈസിൽ എങ്ങനെ റൺ ചെയ്യിപ്പിക്കും. അതുപോലെ ആൻഡ്രോയിഡിന്റെ പ്രോഗ്രാമിംഗ് ലൈഫ് സൈക്കിൾ, ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ എങ്ങനെ നോക്കാം. സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിസോഴ്സ് നോക്കിയിട്ടാണ്. ബേസിക് റിസോഴ്സ്, ആൻഡ്രോയിഡ് റൺ ചെയ്യാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട റിസോഴ്സ് ഏതൊക്കെയാണ്. ഒരു മൾട്ടിപ്പിൾ ടൈംസ് റിസോഴ്സ് അവൈലബിൾ ആണ്. സ്ട്രിംഗ് റിസോഴ്സ്, ലേഔട്ട് റിസോഴ്സ്, അതുപോലെ ഇമേജ് റിസോഴ്സ്, കളർ റിസോഴ്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സിന്റെ കൂടെ തന്നെ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സ്. അതും ഒരു റിസോഴ്സ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു കണ്ടന്റ് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ആർക്കിടെക്ചർ, എങ്ങനെയാണ് കണ്ടന്റ് പ്രൊവൈഡേഴ്സിന്റെ ആർക്കിടെക്ചർ വരുന്നത്, ബേസിക് സ്ട്രക്ചർ, ആൻഡ്രോയിഡിന്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ്. ഈ രണ്ട് കാര്യങ്ങളും അതിന് ശേഷം വരുന്ന ടോപ്പിക്കാണ് ഏതൊക്കെ രൂപത്തിലുള്ള ഇൻഡന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻഡന്റ്, ജാവയിലൊക്കെ ഇൻസ്റ്റൻസ് പഠിച്ചിട്ടുണ്ടാവില്ലേ, അതുപോലെ കൺസെപ്റ്റ് ആണ് ഇവിടെ ഇൻഡന്റ് ആയിരുന്നത്. സെയിം തിങ്സ് അല്ല എങ്കിലും നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, അതുപോലെ ആക്ഷൻ പിക്ക്, ഗെറ്റ് കണ്ടന്റ്, പെൻഡിങ് ഇൻഡന്റ്സ്, ഇൻഡന്റ് ഫീച്ചേഴ്സും കണ്ട കണ്ടന്റ് ആണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, തേർഡ് യൂണിറ്റ് നോക്കി, ഇവിടെ പറഞ്ഞത് യൂസർ ഇന്റർഫേസ്. നമുക്ക് കേട്ടിട്ടുണ്ടാവില്ലേ, UI. യൂസർ ഒരു ഡിവൈസ് നോക്കുമ്പോൾ അതിൽ എങ്ങനെയാണോ കാണുന്നത്, നമ്മൾ നോക്കിയാൽ കാണുന്ന ഭാഗം, അതാണ് യൂസർ ഇന്റർഫേസ് പറയുന്നത്. ആ യൂസർ ഇന്റർഫേസ് ഡെവലപ്പ് ചെയ്യാനുള്ള കണ്ടന്റ് ആണ് തേർഡ് മൊഡ്യൂളിൽ പറയുന്നത്. അതുപോലെ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും, കൺട്രോൾസ് എല്ലാം വരും അല്ലെ. കോമൺ കൺട്രോൾസ്, ടെക്സ്റ്റ് ബോക്സ്, ബട്ടൺ കൺട്രോൾ, ചെക്ക് ബോക്സ്, ഇമേജ്, എല്ലാ കൺട്രോൾസും അവൈലബിൾ ആണ്. നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന കുറച്ച് കൺട്രോൾസ് പറഞ്ഞു, സിലബസ് അല്ലേ, ബേസിക് ആയ കൺസെപ്റ്റ് പറഞ്ഞോളൂ, ബേസിക് ആയി യൂസ് ചെയ്യുന്ന കൺട്രോൾസ്. പക്ഷെ ഇത് കൂടാതെ ഇന്നൊക്കെ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കൺട്രോൾസ് അവൈലബിൾ ആണ്. പക്ഷെ എങ്കിലും നമുക്ക് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കൺട്രോൾസ് ഒന്ന് പരിചയപ്പെടാം. ദെൻ അതിനുശേഷം വരുന്നതാണ് വ്യൂസ്, മൾട്ടിപ്പിൾ വ്യൂസ് അവൈലബിൾ ആണ്. ലിസ്റ്റ് വ്യൂ, അതുപോലെ ഗ്രിഡ് വ്യൂ, സ്പിന്നർ വ്യൂ. ദെൻ കൺട്രോൾസ്, ഗാലറി കൺട്രോൾസ് നമുക്ക് പറയാം, പരിചയപ്പെടാം. അഡാപ്റ്റേഴ്സ് പറയാം. അഡാപ്റ്റേഴ്സിന്റെ കൺസെപ്റ്റ് നമുക്കറിയാം അല്ലെ. മൊബൈൽ ഫോണിൽ അത് ചാർജ് ചെയ്യുന്ന അഡാപ്റ്റർ എന്ന് പറയും. ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്ന ആ ചാർജർ കേബിൾ കടങ്ങുന്ന ഒരു ഭാഗത്ത് നമ്മൾ അഡാപ്റ്റർ എന്ന് പറയാറ്. ആ അഡാപ്റ്ററിന്റെ യൂസ് എന്താണ്, ആ അഡാപ്റ്ററിന്റെ യൂസ് ഉണ്ട്, പക്ഷെ അതിന്റെ ഫംഗ്ഷൻ ആണ് ഇവിടെ നമുക്ക് പറയാൻ പോകുന്നത്, സോഫ്റ്റ്വെയറിന്റെ കമ്മ്യൂണിക്കേഷൻ. ദെൻ ലാസ്റ്റ് വരുന്ന കൺസെപ്റ്റ് ലേ ഔട്ട്. മൾട്ടിപ്പിൾ ടൈപ്സ് ലേ ഔട്ട് അവൈലബിൾ ആണ് ഫോണിൽ. ഏതൊക്കെ ടൈപ്പ് ലേ ഔട്ടുകളുണ്ട്, അതെങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യും ഒക്കെ നമുക്ക് വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ, ലൈവായിട്ട് കാണിച്ചു തരാം ക്ലാസ് എടുക്കുമ്പോൾ. ഓക്കെ, എന്താണ് തേർഡ് മൊഡ്യൂളിലെ കണ്ടന്റ് വരുന്നത്, ഏതൊക്കെ രൂപത്തിലാണ് കണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂളാണ് ആൻഡ്രോയിഡ് മെനു. നമ്മൾ ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മെനു ക്രിയേറ്റ് ചെയ്യണം. സെറ്റിംഗ് മെനു കണ്ടല്ലോ, നമ്മൾ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തതിനെ കിട്ടുന്ന മെനു ഉണ്ടല്ലോ, അത് ആദ്യത്തെ ഫസ്റ്റ് സീരീസ് മുതൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെനു വരെയുള്ള കണ്ടന്റ് വരുന്നുണ്ട്. പല ടൈപ്സ് മെനുസ് അവൈലബിൾ ആണ്. ഏതെല്ലാം മെനുസ് യൂസ് ചെയ്യും. സാധാരണ XML കോഡ് ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. കാരണം XML കോഡ് മാത്രമല്ല ഡിസൈൻ ചെയ്യുന്നത്, കോഡിംഗ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യും. കാരണം ജാവ കോഡാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ട്രാ യൂസ് ചെയ്യുന്ന XML കോഡ് ഉപയോഗിച്ചിട്ടും വർക്ക് ചെയ്യിപ്പിക്കാം പല ടൈപ്പ് മെനുസ്.
പിന്നെ വേറൊരു കൺസെപ്റ്റാണ് ഈ ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഫ്രാഗ്മെന്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ സി പ്രോഗ്രാമിംഗ്, ജാവ, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ പറയാറുണ്ട് ഫങ്ഷൻസ് പറയാറുണ്ട് അല്ലേ. മെയിൻ ഫംഗ്ഷൻ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഒരു ഫംഗ്ഷൻ റൺ ചെയ്യുന്നത്. ഫംഗ്ഷന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ആർക്കും ഉണ്ടാവും, ഈ മെയിൻ മെത്തേഡ് ഉണ്ടാവും, അതുപോലെ ആ ഒരു കണ്ടന്റ് കംപ്ലീറ്റ് ആർക്കും ഉണ്ടാവും, ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ആ ഫങ്ഷൻസിന്റെ ഏകദേശം അതുപോലെയുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് എന്ത് പറയാം, ഫ്രാഗ്മെന്റ്സ് എന്ന് പറയാം. ഈ ഫ്രാഗ്മെന്റ്സ് ഓപ്പൺ ചെയ്യാം, ഫ്രാഗ്മെന്റ്സ് ക്ലോസ് ചെയ്യാം, ഫ്രാഗ്മെന്റ്സിന് കണ്ടന്റ് ആഡ് ചെയ്യാം, ആ ആക്ടിവിറ്റീസ് എല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്ന കണ്ടന്റ് ആണ് ഫ്രാഗ്മെന്റ്സ്, ബേസിക് കണ്ടന്റ്. ദെൻ അതിന്റെ സ്ട്രക്ചർ, ഫ്രാഗ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ സ്ട്രക്ചർ പറയുന്നുണ്ട് ഫ്രാഗ്മെന്റ്സ് ആണ്. ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് ഫ്രാഗ്മെന്റ്സ്. വേറൊരു കൺസെപ്റ്റാണ് ആക്ഷൻ ബാർ എന്ന് പറയുന്നത്. ആക്ഷൻ ബാർസ് നമുക്ക് സാധാരണ ടാബിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഫോണിലും ഇപ്പോൾ വരുന്നുണ്ട്, കൺസെപ്റ്റ് വരുന്നുണ്ട്. നമുക്ക് എല്ലാ ആപ്ലിക്കേഷനിലും ആക്ഷൻ ബാർസ് ഉണ്ടാവില്ല. നോർമലി നമ്മൾ കാണുന്ന ടൈറ്റിൽ ബാർ ഉണ്ടല്ലോ നമ്മുടെ ഡിവൈസ്, കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലൊക്കെ കാണുമ്പോൾ ടൈറ്റിൽ ബാർ ഉണ്ട്. ഇവിടെ കാണുന്നത് ഇപ്പൊ അക്രോബാറ്റ് റീഡർ ആണ് കാണുന്നത്. അക്രോബാറ്റ് റീഡറിന്റെ ടൈറ്റിൽ ബാർ ആണ് കാണുന്നത് ഈ ബ്ലൂ കളറിൽ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ്, അങ്ങനെയുള്ള കണ്ടന്റ്, ആ ഒരു ടൈറ്റിൽ ബാർ നമ്മൾ ഫോണിൽ വരുമ്പോൾ ആക്ഷൻ ബാർ എന്ന് പറഞ്ഞു. അതിന്റെ ടൈപ്സ്, ആക്ഷൻ ബാറിലെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്, അതിൽ എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം, അതിൽ ആഡ് ചെയ്യുന്ന കണ്ടന്റ് എങ്ങനെ, ഫ്രാഗ്മെന്റ്സ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. നോർമലി ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ആക്ഷൻ ബാർ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, അതിലെ കണ്ടന്റുകളൊക്കെ പറയുന്ന ഒരു ഭാഗം. അതാണ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞ കണ്ടന്റ്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂൾ വരുന്നത് എല്ലാ യൂണിറ്റും പോലെ തന്നെ ഡാറ്റാബേസ് കൺസെപ്റ്റ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏത് പഠിക്കുമ്പോഴും ഫിഫ്ത്ത് മൊഡ്യൂൾ എപ്പോഴും വരുന്നുണ്ടായിരിക്കും ഈ ഡാറ്റാബേസിന്റെ കൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ അതന്നെ പെർസിസ്റ്റിംഗ് ഡാറ്റ എങ്ങനെയാണ് ഡാറ്റാബേസിൽ പെർസിസ്റ്റന്റ് ആയി നിൽക്കുന്നത്, അവിടെ എങ്ങനെ സേവ് ചെയ്യും, എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, എങ്ങനെ ആൾട്ടർ ചെയ്യും, അപ്ഡേഷൻ എങ്ങനെ നടത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ റിട്രീവൽ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് അത്. അത് ബേസിക് ആയിട്ട് XML ലാംഗ്വേജ് ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നോർമൽ ഏതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ക്ലിയർ? അതുപോലെ ഫ്രാഗ്മെന്റ് ഉപയോഗിച്ചിട്ട് ഡാറ്റ എങ്ങനെ ആക്സസ് ചെയ്യാം, പെർസിസ്റ്റിംഗ് ഡാറ്റ ആപ്ലിക്കേഷൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെ വരുന്ന കണ്ടന്റ് ആണ് ഇതിന്റെ ബാക്ക് എൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് SQLite ആണ്. SQLite അല്ല, ഇവിടെ എല്ലാം അധികമാണ്. SQLite സ്ട്രക്ചേർഡ് ക്വറി ലൈറ്റർ വെർഷൻ. നമുക്കറിയാലോ ഫേസ്ബുക്ക് ലൈറ്റ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ. ഇപ്പൊ ഫേസ്ബുക്ക് ലൈറ്റ് ഒന്നും പരിചയം ഉണ്ടാവില്ല. ഇപ്പൊ ഡാറ്റ എല്ലാം ഫ്രീ ആണല്ലോ, ഡാറ്റ ഒരുപാട് കാര്യങ്ങളൊക്കെ എത്രയോ GB നമുക്ക് ഡെയിലി ഫ്രീ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡാറ്റ നമ്മൾ എപ്പോഴും ഓൺ ആയിരിക്കും. സാധാരണ ഡാറ്റ വളരെ കുറച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഫേസ്ബുക്ക് ലൈറ്റ്. അത് വളരെ കുറച്ച് മെമ്മറി കൺസ്യൂം ചെയ്യാറുള്ളൂ, ഡാറ്റയും കൺസ്യൂം ചെയ്യുന്ന കുറച്ചേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായത് പല ആളുകൾ. മുമ്പൊക്കെ ഡാറ്റ റേറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് ഡാറ്റയ്ക്ക് ഇപ്പൊ നല്ല ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പൊ ജിയോ എന്നുള്ള കൺസെപ്റ്റ് വന്നതോടുകൂടെ എല്ലാവരും ഡാറ്റ ഫ്രീ ആയത്, മറ്റു ഓപ്പറേറ്റേഴ്സും അതുപോലെ ഫ്രീ ആക്കി കൊടുക്കുന്നുണ്ട് ഡാറ്റ. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്റ്റീവ് വോയിസും ഫ്രീ ആയതുകൊണ്ട് 4G വോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഫോൺ വന്നതോടുകൂടെ നമുക്ക് ഈ ലൈറ്റർ വെർഷൻ ഒക്കെ ഒഴിവായിപ്പോയി. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് SQLite ആണ്, SQLന്റെ ലൈറ്റർ വെർഷൻ. അത് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ, നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ, എല്ലാ ആപ്ലിക്കേഷനും വളരെ സ്മൂത്ത് ആയി വർക്ക് ആവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ വളരെ പെട്ടെന്ന് ഡാമേജ് ആണ്, അത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫോണിലെ ബാറ്ററി പെട്ടെന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് അത് പോകും. കാരണം ബാറ്ററി ഫോൺ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് മൊബൈൽ ഫോൺ കംപ്ലീറ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതൊന്ന് വർക്ക് ചെയ്യും. നമ്മുടെ ഫോണൊക്കെ ഹാങ് ചെയ്യാൻ മിക്കവാറും ചെയ്യുന്നുണ്ട്, ബാറ്ററി റിമൂവ് ചെയ്യും. അപ്പോൾ രണ്ടാമത് എന്ത് ചെയ്യും, അത് ഓൺ ആയി വരും, ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. പക്ഷെ ഒരു ലാപ്ടോപ്പിന്റെ കേസിലോ അതല്ലെങ്കിൽ ഒരു PC പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ കേസിലോ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ റാമോ അല്ലെങ്കിൽ ആ ഡിസ്ക് ഒന്ന് പെട്ടെന്ന് അഴിച്ചു നോക്കി, പിന്നെ റാം വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ആ ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം അത് ഒക്കെ ഉണ്ടാവും. പക്ഷെ മൊബൈൽ ഫോൺ അത് വരില്ല, കാരണം മൊബൈൽ ഫോണിൽ അതിന് വരാതിരിക്കാൻ കാരണമാണ് ഈ SQLite അതിന്റെ ഒരു കപ്പാസിറ്റി കൊണ്ടാണ് അത് വരുന്നത്. അത് മാത്രമല്ല വേറെയും കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്കത് അതിന്റെ ബാക്ക് എൻഡ് സ്ട്രോങ് ആണ്. ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ റിട്രീവ് ചെയ്യുന്ന ആ ഒരു കണക്ഷൻ മിസ്സായി പോകുമ്പോഴാണ് ഈ പ്രോബ്ലം ഒക്കെ വരുന്നത്. പക്ഷെ അത് വളരെ സ്മൂത്ത് ആയി, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു മൊബൈൽ ഫോൺ അതിന്റെ ഹോം സ്ക്രീനൊക്കെ ലോഡ് ചെയ്ത് വരുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഒരു എത്ര നല്ലൊരു ലാപ്ടോപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും, കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ്, ജസ്റ്റ് ഫോർമാറ്റ് ലാപ്ടോപ്പ് അല്ല, നോർമലി യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് നല്ല റാം കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ഒരു മൊബൈൽ ഫോൺ വളരെ സ്മൂത്ത് ആയിട്ട് എന്റെ ഹോം സ്ക്രീനിൽ എത്തും റീസ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെ? കാരണം അത് അത്രത്തോളം ലൈറ്റർ വെർഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ പഠിക്കും, ഫിഫ്ത്ത് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു മൊബൈൽ ഡിവൈസ് ഇതുപോലെ പെട്ടെന്ന് ലോഡ് ചെയ്ത് വരിക, അതിനുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഒരു 5 മൊഡ്യൂൾസ് നമ്മളിത് പറഞ്ഞിരുന്നു. സിലബസ് തന്നെ നിങ്ങൾ പറയുന്നുണ്ട് ബുക്സ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അല്ലെ? ഫസ്റ്റ് 3 ബുക്സ് അവൈലബിൾ ആണ്. നല്ലൊരു ബുക്കാണ് ഈ പ്രോ ആൻഡ്രോയിഡ് 4 എന്നാണ് ബുക്ക്. പ്രശ്നമുള്ള ബുക്കാണ്, അവൈലബിൾ ആണ്. അതിന്റെ PDF-ന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. അതുപോലെ പ്രൊഫഷണൽ ആൻഡ്രോയിഡ് 4, ഇത് കണ്ടന്റ് എല്ലാം ഉണ്ട്, പക്ഷെ നമുക്ക് നോക്കാം, വായിച്ചു നോക്കി എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. ഓക്കെ, എല്ലാം ഫോറിൻ ഓതേഴ്സിന്റെ ബുക്സുകളല്ലേ. അതുപോലെ വേറെ ഒന്നാണ് പ്രോഗ്രാമിംഗ് ആൻഡ്രോയിഡ്. ഓക്കെ, കുറെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് ഈ ബുക്സിൽ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. വായിച്ചു നോക്കിട്ടോ, നല്ലൊരു ബുക്കാണ് ഈ പറഞ്ഞത് പ്രോ ആൻഡ്രോയിഡ്. ഈ ബുക്സിലെ കംപ്ലീറ്റ് കാര്യം ഈ 5 മൊഡ്യൂൾസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് വളരെ വാസ്റ്റ് സിലബസ് ആണ്, പക്ഷെ ബേസിക് ആയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകണം. ഓരോ കണ്ടന്റ്, ഇപ്പൊ യൂസർ ഇന്റർഫേസ് പറയുന്ന ആ യൂസർ ഇന്റർഫേസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും, അതിലെ കൺട്രോൾസ്, ഇതിലെല്ലാ കൺട്രോൾസും പറയുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കുറച്ച് കൺട്രോൾസ് അത് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാനുള്ള കൺട്രോൾസ് മാത്രമാണ് പറയുന്നത്. ഇതേ സബ്ജക്റ്റ് ആണ് നമുക്ക് ലാബ് ലാബ് അവൈലബിൾ ആണ്. അത് ലാബ് പ്രോഗ്രാമിംഗ് ലാബ് ഉണ്ട്. അപ്പൊ ഇതിന് ഇത് കണ്ടന്റ് ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ PHP, വെബ് പ്രോഗ്രാമിംഗ് യൂസിങ് PHP. ആ ഒരു പേപ്പറും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ലാബ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ലാബിന്റെ വർക്കൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിരുന്നു, റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ ബേസിക് കാര്യങ്ങൾ സിലബസ് പ്രകാരം ഉണ്ടാവും, അതിന്റെ ലാബ് പ്രോഗ്രാംസും ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുക, ബേസിക് ഐഡിയ എങ്ങനെയൊക്കെ നിൽക്കുന്നത് നമുക്ക് വഴിയെ പറയാം. ഇന്നൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി തരുന്നത് മാത്രം. ഇപ്പൊ ഈ ഒരു സിലബസിൽ നമ്മൾ മൊത്തം 5 മൊഡ്യൂൾസ് ഉള്ളത്. ഓരോ മൊഡ്യൂളിലും ഡയഗ്രാംസ് വരുന്നുണ്ട്. ഇപ്പോൾ ലൈഫ് സൈക്കിൾ, ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സ്റ്റാക്ക് വരുന്നുണ്ട്, ഫ്രാഗ്മെന്റ് സ്ട്രക്ചർ വരും. അതുപോലെ ഡയഗ്രാംസ് വളരെ ബേസിക് ആയിട്ട് വരുന്ന ഒരു 5 ഡയഗ്രാംസ് ഉണ്ട്. ഈ ഡയഗ്രാംസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. ഈ 5 ഡയഗ്രാമിൽ ഏതെങ്കിലും 3 യൂണിവേഴ്സിറ്റി എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കും. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവും 3 ക്വസ്റ്റ്യൻസ്, 3 ഡയഗ്രാംസ് വരയ്ക്കാനുണ്ടാവും. അത് മിക്കവാറും essay ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഷോർട്ട് essay ഒക്കെ ആയിരിക്കും ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും കളയരുത്. മാക്സിമം വരുന്ന ആ 5 ഡയഗ്രാംസ് മെയിൻ ആയിട്ട് വരുന്നത്, അത് എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതൊരിക്കലും വിട്ടുപോരുത്. പിന്നെ വരുന്ന കൺസെപ്റ്റ് പറഞ്ഞത് ഈ പ്രോഗ്രാംസിലൊക്കെ ചില ആപ്ലിക്കേഷൻസ് എഴുതുമ്പോൾ റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ പഴയ കൺസെപ്റ്റ് കുറെ എണ്ണം പറയുന്നുണ്ട്, തിയറീസ്. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അതുമായി കണ്ടന്റ് ഉണ്ടായിരിക്കും, ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ റിയൽ ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻസും ആ ആപ്ലിക്കേഷനിൽ വരുന്ന ഇന്റർഫേസിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരും. അപ്പൊ അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ ഇതിന്റെ കൂടെ തന്നെ ചെയ്യാൻ നോക്കുക. ഇപ്പൊ എക്സാമിന് ഇപ്പൊ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ എക്സാമിന്റെ കാര്യങ്ങൾ ബുക്കിലൊക്കെ പറഞ്ഞത് കുറെ പഴയ എക്സാമ്പിൾസ് ആയിരിക്കും. ഇപ്പൊ റിയൽ ലൈഫിൽ നമ്മൾ ഇപ്പൊ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ എക്സാമ്പിൾസ് ഒക്കെ കിട്ടുന്നുണ്ടോ ആ കണ്ടന്റ്. ഇപ്പൊ ഒരു കൺസെപ്റ്റ് ആണ് ഫ്രാഗ്മെന്റ്. എന്താണ് ഫ്രാഗ്മെന്റ് എക്സാമ്പിൾസ് വെച്ച് കഴിഞ്ഞാൽ അത് സിലബസിൽ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ പഴയ ടൈപ്പ് എക്സാംസ് ആയിരിക്കും. ഇതിപ്പോ അതൊന്നും നമുക്ക് ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫ്രാഗ്മെന്റ് എക്സാംസ് ഏതൊക്കെയാണ്, ആ എക്സാംസ് നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്ത് വെക്കാം. അപ്പൊ അത് റിയൽ ലൈഫിലാകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ടൈമിൽ ഓരോന്നും ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക. മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം, ഇതൊക്കെ കാണിക്കാം. അപ്പോൾ കണ്ട കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഈ കൺട്രോൾ എങ്ങനെയാണ് വരുന്നത്, സ്പിന്നർ കൺട്രോൾ എങ്ങനെയാണ്, അത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പിന്നർ കൺട്രോൾ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ബേസിക് കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. ഇവിടെ ഡയഗ്രാംസ് വരയ്ക്കുക. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ കോഡ്, പ്രോഗ്രാമിന്റെ കോഡിംഗ് ഉണ്ടാവും. കോഡിംഗ് വളരെ റയർ ആണ്, കാരണം ഇതിന്റെ കോഡൊക്കെ എഴുതാനുള്ള വളരെ ലെങ്തിയാണ്. ചെറിയൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിന്റെ കോഡ് വളരെ ലെങ്ത്, കോഡ് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഒരു തവണ ഒരു എക്സാമിൽ ഒരു കോഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രോഗ്രാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒരു പ്രോഗ്രാം ചോദിച്ചില്ല. കാരണം വെബ് പ്രോഗ്രാമിംഗിലൊക്കെ സാധാരണ PHP ചെയ്യുമ്പോൾ അതിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് പ്രോഗ്രാം കോഡ്. പക്ഷെ ഇതിൽ പ്രോഗ്രാം കോഡ് ചോദിച്ച് കണ്ടില്ല. ഒരു തവണ ഞാൻ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം. കൺസെപ്റ്റ് എഴുതി വെക്കുക, അതിന്റെ ഡയഗ്രാംസ് വരയ്ക്കുക. നമ്മുടെ ഫോണിലെ ഒരു UI ഉണ്ടാവില്ല, ഒരു ഫോണിന്റെ ഒരു സ്ട്രക്ചർ വരയ്ക്കുക, അതിൻ്റെതായ കണ്ടന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്താണോ ചോദിച്ചിട്ടുള്ളത് ആ ചോദിച്ചിട്ടുള്ള കണ്ടന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കണ്ടന്റ് പ്രൊവൈഡർ ഒരു ഭാഗമുണ്ട് സെക്കൻഡ് മൊഡ്യൂളിൽ അല്ലെ, ഇതാ കണ്ടന്റ് പ്രൊവൈഡർ. കണ്ടന്റ് പ്രൊവൈഡറിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ വരയ്ക്കുക. അതിൽ ആ കണ്ടന്റ് പ്രൊവൈഡർ ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് പ്രൊവൈഡർ എന്താണോ ആ പ്രൊവൈഡർ അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കാണിച്ചു തരും എങ്ങനെയാണ് കണ്ടന്റ് പ്രൊവൈഡറിന്റെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളത് വരച്ച് വെക്കുക. ഓക്കെ, കാരണം പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. സോ സിലബസുമായി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ദെൻ സിലബസിന് ശേഷം മൊബൈൽ ഡിവൈസസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.